എല്ലാത്തിനും A+ വാങ്ങി എല്ലാവർക്കും നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഉദ്ദേശമില്ല. പിന്നെ ജാനിക്ക് മാത്രം എന്താ പ്രത്യേകത? ജാനിക്കുട്ടി ഞങ്ങൾക്ക് അന്യല്ലല്ലോ. അല്ലെന്ന് ആര് പറഞ്ഞു? എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അതൊന്ന് വിശദീകരിച്ചു തന്നാ കൊള്ളാം. ഇത് എന്ത് വർത്താന രത്നമ്മ ടീച്ചറെ ഈ പറയുന്നേ? ഞാൻ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ മോൾ എത്ര തവണ വന്നിട്ടുണ്ട്. ജാനിക്കുട്ടിയും എൻ്റെ മകനും തമ്മിൽ ഒരു കല്യാണാലോചന നടക്കുന്നവരെ നിങ്ങൾ മറന്നുപോയോ? നിങ്ങളൊരു ആലോചനയായിട്ട് വന്നെങ്കിലും അത് വേണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ രത്നമ്മ ടീച്ചറെ, ഇത് ബോംബും തോക്കും വെടിയുണ്ടയോ ഒന്നും അല്ല, ഒരു ചെറിയ വാച്ച. ഞങ്ങളുടെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി. അതിന് തക്ക ബന്ധം എന്താണെന്നാ എന്റെ ചോദ്യം. അച്ഛനതിന് തന്നെ എന്റെ കൂട്ടുകാരിക്ക് ഒരു സമ്മാനം കൊടുക്കാമല്ലോ. അതിന് തക്ക ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. താങ്ക് യു. അച്ഛ, ഒരു മിനിറ്റ്, ഞാൻ ഇവളോട് 2 വാക്ക് സംസാരിച്ചിട്ട് വരാവേ. അച്ഛൻ അവിടെ എങ്ങാനും ഇരിക്കും. ടീച്ചറെ, ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിനു മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളൊരു സ്കൂൾ ടീച്ചർ തന്നെയാണോ? എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? അല്ല, ആ ഒരു സംസ്കാരവും മര്യാദയും പലപ്പോഴും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഇല്ല. ഇയാൾ ആരോടും എന്നെ സംസ്കാര മര്യാദയൊക്കെ പഠിപ്പിക്കാൻ? കണ്ടോ, ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. വീട്ടിൽ കയറി വരുന്നവരോട് ഇത്ര മര്യാദകെട്ട രീതിയിൽ ആരും സംസാരിക്കാറില്ല. എന്റെ മകൻ ജാനിക്കുട്ടിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചപ്പോ നിങ്ങൾ അവനോട് എന്ത് വർത്തമാനാ പറഞ്ഞത്? അഭിനന്ദിക്കാനല്ല വിളിച്ചത്, ശൃംഗരിക്കാൻ. പെങ്ങളെ വിളിച്ച് ആങ്ങളയ്ക്ക് കൊടുത്തിട്ട് കേട്ട് സുഖിക്കുക. ആ നാണം കെട്ട ഏർപ്പാട് എന്റെ വീട്ടിലെ ഫോണിൽ കൂടി നടപ്പില്ലെന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. അവൻ എന്ത് ശൃംഗാരാ നടത്തിയത്? ഏത് ശൃംഗാര പദമാ ടീച്ചർ കേട്ടത്? സ്പീക്കർ മോഡിലിട്ട് കേട്ടു എന്ന് ഞാൻ അറിഞ്ഞു. ഇതൊക്കെയാണോ ടീച്ചറെ ഒരു ടീച്ചറുടെ സംസ്കാരം? ഞങ്ങൾ എന്ത് തെറ്റാ ടീച്ചറെ ചെയ്തത്? ടീച്ചർ ഒന്ന് പറ. ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ, കാശ് പോലും മോഹിക്കാതെ നിങ്ങളുടെ വളർത്തു മകളെ കല്യാണം കഴിക്കാൻ എൻ്റെ മകൻ തയ്യാറായതാണോ ഞങ്ങളുടെ ഭാഗത്തെ തെറ്റ്? എന്തുകൊണ്ടാണ് ടീച്ചർക്ക് ഞങ്ങളോട് ഇത്ര വിരോധം? വിരോധം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഇത്രയും സമയമായി ഞാൻ ഈ വീട്ടിൽ കയറി വന്നിട്ട് എന്നോടൊന്ന് ഇരിക്കാൻ പറഞ്ഞില്ല, ഒരു ഗ്ലാസ് വെള്ളം തന്നില്ല. ഇങ്ങനെയാണോ ടീച്ചർ എല്ലാവരോടും? നിങ്ങൾ നിന്നും അടുത്തെങ്കിൽ ഇരിക്കണം. എപ്പോഴും പറയാൻ ഓർത്തൊന്നും വരില്ല. അതാണ് ഇപ്പൊ എന്റെ കുറ്റം. എല്ലാം പോട്ടെ, ജാനിക്കുട്ടി പാസ്സായല്ലോ. നിങ്ങൾ അവളെ തുടർന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം. അവൾക്ക് വലിയൊരു ഭാവി ഉള്ളത് നഷ്ടപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ചാ പറയുന്നേ. നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ അതിനു മുമ്പ് കല്യാണം നടത്തണ്ടേ? അത് വേണ്ടി വരും. ഞങ്ങൾക്കിപ്പോ ഓടിപ്പിടിച്ച് കല്യാണം നടത്തേണ്ട അത്യാവശ്യമൊന്നുമില്ല. ഒന്നാമത് അതിനു പറ്റിയ സാഹചര്യമല്ല.